لنا القرآن رباني وعلى في الورى شاني. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഖുർആൻ ഓതിയെങ്കിൽ ആ നടന്ന ഔത്തിലുള്ള പ്രതിഫലം, അവിടെയുള്ള നേട്ടങ്ങൾ എന്തിരെ, ഓദ്യാണുള്ള വ്യക്തി ജീവിതത്തിലുള്ള പവർ എന്തിരുണ്ടാണ് ഇന്നലെ ചർച്ചയാക്കി. അതിലെ ഭാഗമാണ് മഹാന്മാരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, വതവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ഫതദബ്ബുറിൽ മഅനാ വലിൽ ബത്നിൽ ഖലാബ്. അതായത് ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയാവണമെങ്കിൽ, ഹൃദയത്തിൽ പകയില്ലാണ്ട് നല്ല അസൂയൊന്നുമില്ലാണ്ട് നല്ല ഒരു ഹൃദയം ഉണ്ടാവണമെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ 5 ഉപദേശങ്ങൾ ഉണ്ട്. അതിൽപ്പെട്ട പ്രധാനമായിട്ട് ചൊന്നരെ, ഒന്നാമത്തേതായിട്ട് ചൊന്നരെ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതറോ. ആ പരിശുദ്ധമായ ഖുർആൻ ഓതിയെങ്കിൽ നിങ്ങളെ കൽബ് ശുദ്ധിയായിട്ടിക്കിടുക. അങ്ങനെ കൽബ് ശുദ്ധിയായെങ്കിൽ ശരീരം ഫുള്ള് ശുദ്ധിയാവിടും. ഇനി കൽബ് മോശമായിട്ടുണ്ടെങ്കിൽ ശരീരം മോശമാവണമെന്നുള്ള ഒരു കാരണമാണ്. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ഓതര വിഷയമാണ് ചൊന്നത്. അതുപോലെ പരിശുദ്ധമായ ഖുർആൻ ഓതിയെങ്കിൽ അതുക്കുള്ള അള്ളാഹുയുടെ ഭാഗത്തുള്ള കൂലി എന്തിരെ, പ്രതിഫലം എന്തിരെ നോക്കുകയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, മൻ ഖറഅ അർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. ഒരാൾ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ഓതിയെങ്കിൽ അവന് അള്ളാഹുയുടെ ഭാഗത്തുള്ള നന്മകൾ ഇങ്ങനെ കിട്ടുന്നത്. ഈ നന്മ ചൊന്നെങ്കിൽ എന്തിരെ ചൊന്നെങ്കിൽ അതിനപ്പുറം ചൊല്ലു, ഒരു നന്മക്ക് 10 നന്മയായിട്ട് 10 പ്രതിഫലമായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല തന്റെ. ഏത് ഒരു ആയത്തെ വിഷയമല്ല, ഒരു ഹർഫുടെ വിഷയമാണ്, ഒരു അക്ഷരത്തിലാണ് കൂലി തന്റെ ചൊന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് കണ്ടവരല്ലേ, അലിഫ് ലാം മീം അല്ലെങ്കിൽ ഹാ മീം അല്ലെങ്കിൽ യാസീൻ അല്ലെങ്കിൽ തോസീം മീം, ഇങ്ങനെയുള്ള ആയത്ത് കണ്ടവരല്ലേ, ഒരു അക്ഷരം ഇങ്ങനെ അക്ഷരമായിട്ട് കണ്ട ആയത്ത് കണ്ടവരല്ലേ. ഇതൊക്കെല്ലാം ഇത് ഒട്ടിയായിട്ടുള്ള ഒരു അക്ഷരമായിട്ടല്ല ഇതിക്ക് കൂലി കിട്ടുക. പിന്നെ അലിഫ് ഒരു അക്ഷര അതിക്ക് 10 പ്രതിഫലമായിട്ടാണ്, ലാം ഒരു അക്ഷര അതിക്കും 10 ഗുണങ്ങളായിട്ടാണ്, അതുപോലെ മീം ഒരു അക്ഷര അതിക്കും 10. അങ്ങനെ ഖുർആനിൽ ചൊമ്മ അക്ഷരങ്ങളുണ്ട്, എല്ലാത്തിനും 10 ഇങ്ങനെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ആഖിറത്തിൽ എത്തിയെങ്കിലും അങ്ങനെ ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ആരാണോ ഖുർആന്റെ ആൾ, ആരാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആൾ, അവന് ആഖിറത്തിൽ എത്തിയെങ്കിൽ ആ ഖുർആൻ ആഖിറത്തിൽ എത്തുമ്പോൾ അവനക്ക് ഷഫാഅത്ത് കിട്ടുകയുള്ള ഒരു കാരണമാണ് പരിശുദ്ധമായ ഖുർആൻ. നരകത്തിൽ പോകുന്നത് പരിശുദ്ധമായ ഖുർആൻ വിടില്ലാണ്ടാണ്. അത്രയും വലിയ മഹത്വമാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. വേറൊരു ഹദീസിൽ ഇങ്ങനെയുള്ള ഖുർആന്റെ മജ്ലിസ് ആക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ ഓതരെ, ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ, ഖുർആന്റെ വിശേഷണങ്ങൾ ചൊല്ലേങ്കത്തെ മജ്ലിസുകളുടെ പ്രതിഫലമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുടെ ഭവനമാകുന്ന പള്ളിയിൽ ഒരു വിഭാഗം ആളുമാർ ഇങ്ങനെ ഒരുമിച്ച് കൂടാറ്. എന്നിട്ട് അങ്ങ് എന്തിനാക്കിടാറ്, യതുലൂന കിതാബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഖുർആൻ ഓതറാറ്. ഖുർആൻ ഓതിട്ട് ദുആ ആക്കിടാറ്, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാറ്. അങ്ങനെയുള്ള ആൾമാരാണെങ്കിൽ വയതദാറസൂനഹു ബൈനഹും, അങ്ങനെ ഇടയിൽ പരിശുദ്ധമായ ഖുർആൻ ചർച്ചയാവൂ, അല്ലെങ്കിൽ ഖുർആന്റെ ക്ലാസ് നടക്കട്. അങ്ങനെയാണെങ്കിൽ ഇല്ലാ നസ്സലത് അലൈഹിമുസ് സകീന, ആ വിഭാഗത്തിൽ അള്ളാഹുടെ സമാധാനം ഇറങ്ങിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ പ്രശ്നം വരില്ല, അപ്പൊ അവിടെ ഗലട്ടം വരില്ല. കാരണം അള്ളാഹുടെ സമാധാനം അവിടെ ആ മജ്ലിസിക്ക് ഇറങ്ങി ബണ്ടിട്ടാണ്. അത് മാത്രമല്ല വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹുടെ അനുഗ്രഹങ്ങൾ, റഹ്മത്തുകൾ ഇങ്ങനെ അങ്ങളിടയിൽ വ്യാപകമായോണ്ടിക്കട്. അത് മാത്രമല്ല വഹഫതുഹുൽ മലായിക, ആ മജ്ലിസിൽ ചുറ്റും മലായിക്കീങ്ങൾ വന്നിട്ട് ഇങ്ങനെ ചുറ്റു അളിഞ്ഞിട്ടിക്കിടാറ്. ഇന്നലെ ചൊന്നില്ലേ, പരിശുദ്ധമായ ഖുർആൻ ഓതിരൗത്തു ഇങ്ങനെ മലക്കുമാർ പണ്ടത് സ്വഹാബിമാർ കണ്ടാറുണ്ട്. അതുപോലെയാണ് ഇങ്ങനെയുള്ള മജ്ലിസിൽ മലായിക്കന്മാർ വന്നിട്ട് ഇങ്ങനെ ചുറ്റു ഇങ്ങനെ നിറഞ്ഞിട്ടിക്കിടാറ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അല്ലാഹു ഇങ്ങനെ ഈ ഖുർആന്റെ ആൾമാർക്ക് അല്ലെങ്കിൽ ഖുർആന്റെ ക്ലാസ് കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ ഖുർആൻ ഓതരങ്ങൾക്ക് അല്ലാഹു ഇങ്ങനെ അങ്ങനെ മഹത്വങ്ങൾ ഇങ്ങനെ ചൊന്നുകൊണ്ടിരിക്കുന്നുണ്ടാണ്. അത്രയും വലിയ മഹത്വമുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ ഓതണം. ഞങ്ങൾക്ക് ഓതൊക്കെ തരില്ലെങ്കിൽ ഓതരത് ഇങ്ങനെ കേൾക്കണം. അല്ലെങ്കിൽ ഖുർആൻ തരില്ലെങ്കിൽ ഖുർആന്റെ ഇങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ കൈവച്ചോണ്ട് ഇങ്ങനെ പോയെങ്കിൽ അതുക്കും കൂലിയുണ്ടോ. ഇങ്ങനെയുള്ള ഖുർആൻ കാണുമ്പോൾ ബഹുമാനിക്കരുത്. ഇതൊക്കെല്ലാം വലിയ പ്രതിഫലമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ ഓതണം. അത് എങ്ങനെ ഓതണം, ഏ രൂപത്തിൽ ഓതണം, ഇൻഷാ അല്ലാഹ് പണ്ട് ക്ലാസ്സിൽ നമുക്ക് ചർച്ചയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
وإلى حضرة سيدنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചൊന്നതും പരിശുദ്ധമായ ഖുർആൻ ഓതിയതും ഫാത്തിഹ സൂറത്ത് ഓതിയതും എല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, സജ്ജനങ്ങൾ, അതുപോലെ ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ റായത്ത് ചുറ്റുപ്രദേശത്ത് വിശ്രമിക്കണമെങ്കിൽ ഔലിയാക്കന്മാർ, ഞങ്ങളുടെ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരുടെ ഖബറിലേക്ക് അതിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്തും സന്തോഷങ്ങളും കുടുംബത്തിലുള്ള അഭിവൃദ്ധിയും മക്കളിലുള്ള എല്ലാ അനുസരണങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.